എൻ്റെ പേര് ജിജോ, വീട് ആനപ്പന്തി. 2020 ഫെബ്രുവരി 18 രാവിലെ എണീക്കുമ്പോൾ നാക്ക് കൊഴിഞ്ഞു പോയി. ഇടത്ത സൈഡ് ഭാഗം ബലക്കുറവ് സംഭവിച്ചു. അങ്ങനെ നേരെ നിഖിൽ ഹോസ്പിറ്റൽ ഇരിട്ടിയിൽ പോയി. അവിടുന്ന് നേരെ കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കണ്ണൂർ കൊയിലി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ 2 ദിവസം ICUവിൽ കിടത്തി. അത് കഴിഞ്ഞ് MRI സ്കാൻ എടുത്തു. ICUവിൽ കിടന്നിട്ടും 6 ദിവസം അവിടെ കിടന്നു. എനിക്കൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് മേടിച്ചിട്ട് ഞാൻ ആവിലപ്പള്ളി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ പറഞ്ഞു, വ്യാഴാഴ്ച ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരിക, വന്ന് നേർച്ചക്കഞ്ഞി കഴിക്കുക, അതിനുശേഷം വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പൊക്കോളം പറഞ്ഞു. അങ്ങനെ നേരെ വെള്ളിയാഴ്ച ഞങ്ങൾ മംഗലാപുരം ഏനപ്പോയ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ 14 ദിവസം ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടേ ഇല്ല. പ്രിയപ്പെട്ടവരെ, കണ്ണൂരുള്ള ഒരു ആശുപത്രിയിൽ ചെന്നപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? കണ്ണൂർ ചെന്നപ്പോൾ ഒരു സൈഡ് തളർന്നു പോകും, ജീവന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്നാണ് അവിടെ കൊയിലി ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ഒരു സൈഡ് തളർന്നു പോകും, ജീവനൊരു പ്രതീക്ഷയും വേണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ എൻ്റെ റിസ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് തരണം, ഇവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് പോയാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് തീർന്നു പോവും എന്ന് വരെ അങ്ങനെ പറഞ്ഞായിരുന്നു ഡോക്ടർ. ഒരു പ്രതീക്ഷയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിച്ച് അവർ വീട്ടിൽ പോകാതെ നേരെ ആവിലപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്തേക്ക് നേരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇവിടെ വന്നിരുന്നു, പ്രാർത്ഥിച്ചു. വ്യാഴാഴ്ച വീണ്ടും ഡിസ്ചാർജ് പോലും കൊടുക്കാത്തൊരു പേഷ്യൻ്റാണ്, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് കൊടുക്കാത്ത ആളാണ്. ഇവിടെ വന്നിരുന്നു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ നമുക്കറിയാം, 8 മണിക്കൂർ നീണ്ട ശുശ്രൂഷയാണ്. അതിനൊക്കെ ശേഷം കഞ്ഞിയൊക്കെ കുടിച്ച് വെയിലൊക്കെ കൊണ്ട് വീട്ടിൽ പോയി. വെള്ളിയാഴ്ചയാണ് മംഗലാപുരത്തേക്ക് പോകുന്നത്. മംഗലാപുരത്ത് ചെന്ന് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ 14 എടുക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടെ തീർന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ വലിയ കെട്ടാണ്. ഒരു 1-2 കിലോ അല്ലെങ്കിൽ ഒരു 1/2 കിലോ എങ്കിലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാ റിപ്പോർട്ടുകളൊക്കെ ആയിട്ടാണ് സഹോദരൻ സാക്ഷ്യം പറയാനായിട്ട്. നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് കർത്താവ് തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയർപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്രകാരം അവിലായിലെ വിശുദ്ധ അമ്മ തെരേസയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം ഈശോയേ, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ